നമ്മുടെ ശത്രു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ തല എപ്പോഴും താഴ്ന്നിരിക്കണം, അല്ലെങ്കിൽ കുനിച്ചിരിക്കണം. ഒരു കാരണവശാലും നമ്മുടെ തല ഉയർത്താൻ പാടില്ല. അത് ഉയർത്താതിരിക്കാനുള്ള സകല തന്ത്രവും ശത്രു പല മേഖലകളിലൂടെ, പല വഴികളിലൂടെ നമുക്കെതിരെ ഒരുക്കും. പ്രിയമുള്ളവർ, ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നും നമ്മുടെ തല താഴ്ന്നിരിക്കാൻ ദൈവം അനുവദിക്കില്ല. അത് മാത്രമല്ല, ദൈവം നിന്റെ തലയെ അല്ലെങ്കിൽ നമ്മുടെ തലയെ ഉയർത്തുമ്പോൾ അത് എനിക്കും നിങ്ങൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ഉയരത്തിൽ എത്തിച്ചാണ് നമ്മെ മാനിക്കുക. പിന്നെ എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? പിന്നെ എന്തിനാ നമ്മൾ പ്രയാസപ്പെടുന്നത്? ഒരു വേള പിശാച്, ശത്രു നമ്മുടെ തല കുനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ നമ്മൾ ഭാരപ്പെടണ്ട. കാരണം നമ്മൾ ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലേക്ക് ഉയർത്തുവാൻ, മാനിക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ തല ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ താൽക്കാലികമായിട്ടുള്ളൊരു സമയം അതങ്ങനെ താണിരിക്കുന്നു എന്ന് തോന്നിയാലും ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരിക്കലും നമ്മുടെ സമയത്തല്ല, നമ്മുടെ ഇച്ഛയുടെ ആ ഒരു സമയത്തല്ല നമ്മുടെ ആ ഉയർച്ച വരുന്നത്. മറിച്ച് ദൈവം തന്റെ പ്ലാനിൽ, പദ്ധതിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഉയർച്ച എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ എത്തിപ്പെടാൻ നമുക്ക് കൈകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നടന്നെത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം ഉയർച്ചയുടെ ഒരു പാന്താവിലേക്ക് നമ്മൾ എത്തിക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്ന, ദൈവം വെച്ചിരിക്കുന്ന സമയത്തിന് വേണ്ടി ഞാനും നിങ്ങൾ കാത്തിരുന്നാൽ ആ ഉയർച്ച ശത്രുവിനെ കൂടെ തടുക്കാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാവരെക്കാൾ ഉപരിയായിട്ട് നമ്മളെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മളെ ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ താൽക്കാലികമായിട്ട് നമുക്ക് വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും, നമ്മൾ വിഷമാവസ്ഥകളൊക്കെ കണ്ട് എന്തിനാ പകച്ചു നിൽക്കുന്നത്? നമ്മളെ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മെ ഉയർത്തും. നമ്മുടെ തല ഉയർത്തി നിൽക്കുവാൻ കഴിയുന്ന രീതിയിൽ ദൈവം നമ്മളെ മാനിച്ച് ഉയർത്തുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. ഈ താൽക്കാലികമായ പ്രയാസങ്ങളെ കണ്ട് പകച്ചു നിൽക്കാതെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയട്ടെ. ആ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുത്ത് ഒരു നല്ല ഉയർച്ച പ്രാപിക്കുവാൻ. ആരെല്ലാം നിന്റെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്നുവോ, ആരെല്ലാം നിന്റെ വീഴ്ച കാണാൻ നോക്കി നിൽക്കുന്നുവോ, ആരെല്ലാം നിന്റെ പരാജയം കണ്ട് സന്തോഷിക്കുവാൻ നോക്കി നിൽക്കുന്നുവോ, അവരുടെ മുമ്പിൽ പരാജിതനായിട്ടില്ല, അല്ലെങ്കിൽ തകർക്കപ്പെട്ടവനായിട്ടില്ല, മറിച്ച് ഉയർത്തപ്പെട്ടവനായിട്ട്, മാനിച്ച് ഉയർത്തപ്പെട്ട ഒരു നല്ല ലെവലിൽ എത്തിച്ച് ദൈവം എത്തിച്ച വഴികളെ കണ്ട് ശത്രു ലജ്ജിച്ച് ഞാനും നിങ്ങൾ തലകുനിക്കണമെന്ന് ശത്രു വിചാരിച്ച സ്ഥാനത്ത് ശത്രു തലകുനിച്ച്, നമ്മുടെ ഉയർച്ച കണ്ട് ശത്രു തലകുനിച്ച് ലജ്ജിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നമ്മളെല്ലാറ്റിലും മതിയായവനായി മാറുകയാണ്. അവിടെയാണ് നമ്മൾ തികഞ്ഞവനായി മാറുന്നത്. ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കാം, ക്ഷമയോടെ കാത്തിരിക്കാം, നല്ലതിനെ പ്രാപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.